എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഒരു സ്വപ്നത്തിൻ്റെ ശക്തമേറിയ അർത്ഥം നിങ്ങളോട് പങ്കുവെക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. ഒരു കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബാംഗത്തിൻ്റെ മേൽ ഒരു വലിയ പ്രോബ്ലം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി. ആ ദൈവാലോചന അവരോട് പറയുമ്പോൾ അദ്ദേഹം കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് എന്നോട് അദ്ദേഹം പറഞ്ഞു. ആ സ്വപ്നമാണ് ഇന്ന് ഈ മെസ്സേജിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ആ സ്വപ്നം എങ്ങനെയായിരുന്നു? ഭയങ്കര ഉയരമുള്ള ഒരു വൃക്ഷം, പക്ഷെ അതിലൊറ്റ ഇലകൾ പോലുമില്ല. അത് കരിക്കട്ട പോലെ കറുത്ത് നിൽക്കുന്ന ഒരു വലിയ മരമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ ഇല പോലുമില്ല, പക്ഷെ ധാരാളം ചില്ലകളുണ്ട്, ബ്രാഞ്ചുകളുണ്ട്, ഇലകളില്ല. പൊടുന്നനവേ ഈ മരം ഇവരുടെ വീടിൻ്റെ മണ്ടയിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ ഒടിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് ആ ചെറുപ്പക്കാരൻ കണ്ടത്. ആ മരം വന്ന് ഒടിഞ്ഞു വീഴുന്നു. ആ വീട് നാമാവശേഷമാകുന്നു. സത്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച ഈ ഒരു മരം ഒടിഞ്ഞു വരുന്നതും അതൊരു നദിയിലേക്ക് വീണിട്ട് ഈ നദിയിലൂടെ ഒഴുകി പോകുന്നതുമായിരുന്നു. തൊട്ട് 2 ആഴ്ച പുറകിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇതേ സ്വപ്നത്തിൻ്റെ ആദ്യ ഭാഗം ഈ ചെറുപ്പക്കാരൻ കണ്ടത് ഈ കറുത്തുണങ്ങിയ വലിയ മരം തങ്ങളുടെ വീടിന് മീതെ വീഴുന്നു, വീടില്ലാതായി പോകുന്നു. എന്നാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഈ വിഷയം പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ആ സ്വപ്നമല്ല എന്നെ കാണിച്ചത്, ഒരു വെളിപ്പാടാണ് ഞാൻ കണ്ടത്. അതിങ്ങനെയായിരുന്നു. ആ കണ്ട സ്വപ്നത്തിൻ്റെ ബി പാർട്ട്, ഈ മരം വീഴുന്നത് നദിയിലാണ്, നദിയിലൂടെ ഇത് ഒഴുകി പോവുകയാണ്. സത്യത്തിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് എന്നോട് ചോദിച്ചു. ചുരുക്കത്തിൽ നിങ്ങളിൽ പലരും ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ വൃക്ഷങ്ങളെ സ്വപ്നം കാണുന്നുണ്ടാകും. നിറം സഹിതം വൃക്ഷങ്ങളെ സ്വപ്നം കാണുന്നതിന് വിവിധ അർത്ഥങ്ങളാണുള്ളത്. പ്രത്യേകിച്ച് കറുത്ത ഉയരമുള്ള ഇലകളില്ലാത്ത ഉണങ്ങിയ മരം സ്വപ്നം കണ്ടാൽ എന്താണ് അതിൽ അർത്ഥമാക്കപ്പെടുന്നത്? നമുക്കതിൻ്റെ സ്പിരിച്വൽ മീനിങ്ങിലേക്കൊന്ന് കടക്കാം. ഒന്നാമതായിട്ട്, മരം എന്ന് പറയുന്നത് ഒരു കുടുംബത്തെയോ വ്യക്തിയെയോ രാജ്യത്തെയോ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ആത്മീക അടയാളമാണ്. അതിൽ ഇലകളില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ നെഗറ്റീവ് മീനിങ് ആണ്. അതായത് അതിൻ്റെ ഏറ്റവും നാശോന്മുഖമായ സാഹചര്യത്തിലാണ് അത് നിൽക്കുന്നത്. നഷ്ടം സംഭവിച്ച് മരണാസന്നമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഉണങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മരത്തിൻ്റെ കാലഘട്ടം തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇത് വീട്ടിൽ ഉള്ളതായ ഏതോ ഒരു മുതിർന്ന വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു സാഹചര്യവും അതേ തുടർന്ന് ഒരു വീടിനുണ്ടാകാൻ പോകുന്ന വലിയ തോതിലുള്ളതായ കുറേ സംഘർഷങ്ങളെ സംബന്ധിച്ചുമുള്ളതായ ഒരു സ്വപ്നമായിട്ട് അന്ന് എനിക്കത് കാണാൻ കഴിഞ്ഞു. ഞാനതിനെ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. സത്യത്തിൽ ആ സ്വപ്നം ആ അർത്ഥത്തിൽ അവരോട് പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു. ആ വീട്ടിലെ മുതിർന്നൊരു അംഗം മരിക്കുകയും തുടർന്ന് സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ വലിയൊരു വിഷയം ആ ഭവനത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന വിധത്തിലുള്ളതായ ഒരു വിഷയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കാര്യത്തിന്മേൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് അതിൻ്റെ ഉടമസ്ഥാവകാശം ലഭിക്കുകയും ആ മരം ഒരു നദിയിലൂടെ ഒഴുകിപ്പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ആ സ്വാഭാവികമായ മരണമാണെന്നുള്ളത് ഉറപ്പിക്കപ്പെടുകയും കൃത്യമായിട്ട് അത് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണങ്ങിയ ഒരു മരം നിങ്ങൾ സ്വപ്നം കണ്ടാൽ അത് പ്രതീക്ഷകൾക്ക് വിപരീതമായൊരു സൂചനയാണ് നൽകുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു വൃക്ഷത്തിൽ ഫലങ്ങളില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ശോചനീയമായ ഒരു സാഹചര്യമാണ്. നമ്മളുടെ പ്രയത്നത്തിന് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ്. 3, അതിൽ ഇലകളില്ല എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും അത് ശോഭിക്കാൻ പോകുന്നില്ല എന്നുള്ള സൂചനയുമാണ്. ഇതൊരു ദുർസൂചനയുടെ സ്വപ്നമാണ്. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മീതെ ഉയർന്നു വന്ന് നിൽക്കുന്ന വിവിധങ്ങളായ വലിയ പ്രശ്നങ്ങളെ ദൈവം കാണിക്കുമ്പോൾ നമുക്കിങ്ങനെയുള്ളതായ ദർശനങ്ങളുണ്ടാകും, സ്വപ്നങ്ങളും ഉണ്ടാകും. ഒരു ഉണങ്ങിയ മരം നമ്മുടെ വീടിന് മീതെ നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഭവനത്തിന് എന്തോ ഒരു പ്രോബ്ലം വരാൻ പോകുന്നു, കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് ആർക്കോ ഒരു രോഗാവസ്ഥ ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു മാരകമായിരിക്കുന്ന സംഘർഷാനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും. ഇതാണ് കാണുന്ന സാഹചര്യം. ഇതുപോലെ തന്നെ ഒരു സഹോദരൻ ഒരു സ്വപ്നം കണ്ടു. ആ കണ്ട സ്വപ്നം എന്ന് പറഞ്ഞാൽ തൻ്റെ കടയുടെ വാതിലിന് മുൻപിൽ ഒരു മരം വന്ന് നിൽക്കുന്നു. പക്ഷെ ആ മരത്തിന് ഒട്ടും ഉയരമില്ല, അതിങ്ങനെ പടർന്നു നിൽക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ഒരു തീപ്പട്ടിക്കൊള്ളി വരച്ചിട്ടാൽ അത് തീ പിടിച്ച് കത്തുമെന്നുള്ള നിലയിൽ അത്രത്തോളം ഉണങ്ങി നിൽക്കുന്നു. അതാണ് താൻ കണ്ടത്. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. സത്യത്തിൽ ആ കടയുടെ ആ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്കെതിരെ ശക്തമായ നിലയിൽ ചെയ്തിരുന്നതായ ഒരു ആഭിചാര ദോഷ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്വപ്നം അദ്ദേഹം കണ്ടത്.
ചുരുക്കത്തിൽ ആ ബിസിനസ് എത്രയും പെട്ടെന്ന് ഇതുപോലെ ഉണങ്ങിപ്പോകണം എന്നുള്ള നിലയിൽ അർത്ഥം വെച്ചുള്ളതായ ഏതോ ഒരു ദോഷകർമ്മം അവിടെ പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണതെന്നും ആ മരം നിന്നിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പരിശോധിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ സാധന സാമഗ്രികൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് അദ്ദേഹം ആ മരം സ്വപ്നം കണ്ട സ്ഥലത്ത് എന്ന് അദ്ദേഹം നോക്കുമ്പോൾ ഉണങ്ങിയ കമ്പുകളൊക്കെ ചേർത്ത് കെട്ടി അതിലേതാണ്ടെല്ലാം തകിടുകളും മറ്റു സാധനങ്ങളുമൊക്കെ ആയിട്ട് ഒരു വിരുദ്ധമായിരിക്കുന്ന കർമ്മം ചെയ്തതിൻ്റെ അടയാളങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. പ്രാർത്ഥിച്ച ആ വിഷയത്തിന് പരിഹാരം വരികയും ആ സ്ഥാപനം ഇന്നും ജയകരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ തൻ്റെ ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കെതിരെ ദോഷകരമായ നിലയിൽ ഒരു പ്രശ്നം വന്നപ്പോഴാണ് താനും ഒരു ഉണങ്ങിയ മരത്തെ സ്വപ്നം കണ്ടത്. നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു കുടുംബാംഗം ഒരു ഉണങ്ങിയ മരത്തിൻ്റെ കീഴിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം ഉണങ്ങിയ മരം ഏത് സമയത്തും നമുക്കറിയാം അത് ഒടിഞ്ഞ് താഴെ വീഴും, ചെതുക്കിച്ചിരിക്കുന്നതാണ്. അത് ഏത് സമയം ദ്രവിച്ചിരിക്കുന്നതിനാൽ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതിന് കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. സത്യത്തിൽ ഒരു വൃക്ഷം വേരോടെ ഉണങ്ങിപ്പോകുന്നത് അതിനെന്തെങ്കിലും ഇടിയാചേക്കുമ്പോൾ, നമ്മളങ്ങനെ പറയുന്നത്, ഇടിവെട്ട് ഏൽക്കുമ്പോഴാണ്, മിന്നൽ ഏൽക്കുമ്പോഴാണ് സത്യത്തിൽ ഒരു വൃക്ഷം ഉണങ്ങിപ്പോകുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു വൃക്ഷത്തെ വേരോടെ കരിച്ചു കളയുന്ന ഏതെങ്കിലും നിലയിലുള്ളതായ രാസപ്രവർത്തനങ്ങൾക്ക് അത് വിധേയമായി കഴിയുമ്പോഴാണ്. ചുരുക്കത്തിൽ ഒരു വൃക്ഷത്തെ ഒരാൾ ഉണക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങളതിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പച്ചപ്പുള്ള ഏതോ മേഖലയെ നശിപ്പിക്കുവാനുള്ളതായ വിധ്വംസക പ്രവൃത്തികളുമായി ആരോ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഉണങ്ങുന്നതിനെ തളർപ്പിക്കാനും തളർത്തു നിൽക്കുന്നതിനെ ഉണർത്താനും ഉണക്കിക്കളയാനും കർത്താവിനെ കൊണ്ട് കഴിയും. നിറയെ ഇലകളുണ്ടായിരുന്ന അത്തിയുടെ അരികിൽ ചെന്ന് യേശു ഒരു കായ്ഫലമെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. യേശു അതിനെ ശപിച്ചതായി നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു. ഇനി നിന്നും ആരും ഭക്ഷിക്കാതെ പോകട്ടെ. ക്ഷണത്തിൽ ആ അത്തി ഉണങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. സത്യത്തിൽ യഹൂദൻ എന്ന് പറയുന്ന ജനതയുടെ മേലുള്ളതായ ദൈവത്തിൻ്റെ ന്യായവിധിയായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത്. ആ ഉണങ്ങിയ അത്തി യഹൂദനെ കാണിക്കുന്നതാണ്. എന്നാൽ പിന്നീട് യേശു പറയുകയുണ്ടായി, അത്തി തളർക്കും. അതായത് തൻ്റെ വായിലെ വാക്കിനാൽ താൻ ഉണക്കിക്കളഞ്ഞതായ ആ അത്തിക്ക് തളർക്കുവാൻ യേശു ഒരു സമയം അനുവദിച്ചിട്ടുണ്ട്. 1948 യഹൂദ രാഷ്ട്രം രൂപീകൃതമാകുമ്പോൾ യേശു പറഞ്ഞ ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയും അവിടെ സംഭവിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കുക, അല്ല നിങ്ങൾക്കത് കൂടിയേ തീരൂ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രഥമമായ ഏതെങ്കിലും മേഖലകളെയാണ് നിങ്ങൾ ഈ ഉണങ്ങിയ മരത്തിൻ്റെ സമീപത്ത് കാണുന്നതെങ്കിൽ, കർത്താവെ അത് നശിച്ചു പോകരുതേ എന്നുള്ള നിലയിൽ മിനിമം ഒരു 2-3 ദിവസം ദൈവസന്നിധിയിൽ അതിനു വേണ്ടി മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. ഇന്ന് ഈ ഒരു സ്വപ്നത്തിൻ്റെ വിവരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുവാനും അല്പം കൂടെ നിങ്ങളുടെ ജീവിതത്തെ ജാഗ്രതയോടുകൂടെ നോക്കുവാനും കർത്താവ് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് പങ്കുവെക്കുക. ഗോഡ് ബ്ലസ് യു. ആമേൻ.